VBYITയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷനിലെ ഫസ്റ്റ് ചാപ്റ്റർ ഫ്രിക്ഷൻ ആണ്. ഇതൊരു റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. പകരം ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതേപോലെ പ്രോബ്ലംസും നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Which one of the following acts in between the wheels and roads if vehicles are able to run on roads? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഒരു വാഹനം റോഡിലൂടെ പോകുന്ന സമയത്ത് ആ വാഹനത്തിൻ്റെ ടയറിനും റോഡിനും ഇടയിൽ വരുന്നത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ഫ്രിക്ഷൻ, കൊറോഷൻ, ഇറോഷൻ, മോഷൻ. രണ്ട് സോളിഡ് ഒബ്ജക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് അവ തമ്മിൽ ഒരു മോഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ രണ്ട് കോണ്ടാക്റ്റിംഗ് സർഫസുകൾക്കിടയിൽ ആ മോഷനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ആ മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മറ്റൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഫോഴ്സിനെ പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ഫ്രിക്ഷൻ. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ആൻസർ ഫ്രിക്ഷൻ എന്നതാണ്. ഒരു സോളിഡ് ഒബ്ജക്റ്റിൽ അതിൻ്റേതായ ഒരു വെയ്റ്റ്, ഒരു ഫോഴ്സ് പെർപെൻഡിക്കുലർലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. ഈ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തിട്ട് അതേ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മറ്റൊരു ഫോഴ്സ് ബാലൻസ് ചെയ്തുകൊണ്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് നോർമൽ റിയാക്ഷൻ. ഒരു ഫോഴ്സ് പി ഈ സോളിഡ് ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ഈക്വൽ എമൗണ്ടിൽ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് രൂപപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് ദി ലോ ഓഫ് ഫ്രിക്ഷൻ? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ലോ ഓഫ് ഫ്രിക്ഷനിൽ പെടുന്നത്? ലോ ഓഫ് ഫ്രിക്ഷൻ മെയിനായിട്ടും 4 ലോസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ലോയിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ കോണ്ടാക്റ്റിംഗ് സർഫസ്. ഫ്രിക്ഷണൽ ഫോഴ്സ് നോർമൽ റിയാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സെക്കൻഡ് ലോ പറയുന്നത് ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് ആക്ട് ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് മോഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സ് മോഷൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. തേർഡ് ലോ പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി നാച്ചർ ഓഫ് കോണ്ടാക്റ്റിംഗ് സർഫസ്. ഫ്രിക്ഷണൽ ഫോഴ്സ് കോണ്ടാക്റ്റിംഗ് സർഫസിൻ്റെ നാച്ചുറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഫോർത്ത് ലോ പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓവർ ദി ഏരിയ ആൻഡ് ഷേപ്പ് ഓഫ് കോണ്ടാക്റ്റിംഗ് സർഫസ്. ഫ്രിക്ഷണൽ ഫോഴ്സ് കോണ്ടാക്റ്റിംഗ് സർഫസിൻ്റെ ഏരിയനെയോ ഷേപ്പിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ലോ ഓഫ് ഫ്രിക്ഷനിൽ പെടുന്നത് ഓപ്ഷൻ എ ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓവർ ദി ഏരിയ ആൻഡ് ഷേപ്പ് ഓഫ് കോണ്ടാക്റ്റിംഗ് സർഫസ്. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദി ടേം ഫോർ ഫ്രിക്ഷൻ വൈൽ ദി ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് പുള്ളിംഗ് ഫോഴ്സ് പി? ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സിന് ഈക്വലായി വരുന്ന ടേം ഏതാണെന്ന്? ഓപ്ഷൻ എ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഓപ്ഷൻ ബി സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, ഓപ്ഷൻ സി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ഓപ്ഷൻ ഡി ഡൈനാമിക് ഫ്രിക്ഷൻ. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നാണ്. അപ്ലൈ ചെയ്യുന്ന പുള്ളിംഗ് ഫോഴ്സിന് ഈക്വലായിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്ന കണ്ടീഷനാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഫ്രിക്ഷൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് ഒന്ന് കടക്കാം. ഫ്രിക്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നും ഡൈനാമിക് ഫ്രിക്ഷൻ എന്നും. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോളിഡ് ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈക്വലി ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
രണ്ട് ഒബ്ജക്റ്റുകൾ റോളിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ആ രണ്ട് ഒബ്ജക്റ്റുകൾക്കിടയിൽ വരുന്ന ആ റോളിങ്ങിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഫോഴ്സിനെയാണ് റോളിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ എ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഓപ്ഷൻ ബി, റോളിംഗ് ഫ്രിക്ഷൻ ഈസ് മോർ ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഓപ്ഷൻ സി, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓപ്ഷൻ ഡി, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. തന്നിട്ടുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എപ്പോഴും ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവായിരിക്കും. മറ്റൊരു പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷന് സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവായിരിക്കും. ഈ രണ്ട് പോയിൻ്റ് നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫോർമുല ടു ഫൈൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കാണേണ്ട ഫോർമുല ഏതാണ്? എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ? ദി റേഷ്യോ ബിറ്റ്വീൻ ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ ഈസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും റേഷ്യോനെ പറയുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, മ്യൂസ് ഈക്വൽ ടു F/W. നമുക്കറിയാം, പെർപെൻഡിക്കുലർലി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റ് ചെയ്യുന്ന ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് R ഈക്വൽ ടു W എന്നും പറയാം. അപ്പോൾ മ്യൂസ് ഈക്വൽ ടു F/R എന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കാണേണ്ട ഇക്വേഷനെ മ്യൂസ് ഈക്വൽ ടു F/W എന്നും എഴുതാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ലൂബ്രിക്കൻറ്റ്? ഒരു ലൂബ്രിക്കൻറ്റിൻ്റെ പർപ്പസ് എന്താണെന്നാണ് ചോദ്യം. ലൂബ്രിക്കൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫ്രിക്ഷൻ കാരണമുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലൂബ്രിക്കൻറ്റ് യൂസ് ചെയ്യുന്നത്. ഫ്രിക്ഷൻ മൂലമുണ്ടാകുന്ന ടിയർ ആൻഡ് വിയർ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതൊക്കെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലൂബ്രിക്കൻറ്റ് യൂസ് ചെയ്യുന്നത്. പല ടൈപ്പ് ലൂബ്രിക്കൻറ്റ് യൂസ് ചെയ്യാം. ഓയിൽ യൂസ് ചെയ്യാം, ഗ്രീസ് യൂസ് ചെയ്യാം, അങ്ങനെ പല ടൈപ്സ് ലൂബ്രിക്കൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ടു റെഡ്യൂസ് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലൂബ്രിക്കൻറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ലൂബ്രിക്കേഷൻ സിസ്റ്റം എംപ്ലോയ്സ് ഓയിൽ ഹോൾസ് ഇൻ ദി മെഷീൻസ്? താഴെ തന്നിട്ടുള്ളതിൽ ഓയിൽ ഹോൾസ് വഴി യൂസ് ചെയ്യുന്ന ലൂബ്രിക്കേഷൻ സിസ്റ്റം ഏതാണ്? 3 ടൈപ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റംസ് ആണ് ഉള്ളത്. ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം, ഫോഴ്സ് ഫീഡ് സിസ്റ്റം, അതുപോലെ സ്പ്ലാഷ് ഫീഡ് സിസ്റ്റം. ഓയിൽ ഹോൾസ് വഴി ലൂബ്രിക്കൻറ്റ് അപ്ലൈ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം ഓപ്ഷൻ എ ആണ്. ഒരു ഹൈറ്റിൽ ഓയിൽ ടാങ്ക് ഫിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഗ്രാവിറ്റി വഴി ഹോൾസിലൂടെ ഓയിൽ അല്ലെങ്കിൽ ലൂബ്രിക്കൻറ്റ് എത്തുന്ന രീതിയാണ് ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റത്തിൽ ഉള്ളത്. മറ്റ് സിസ്റ്റം കൂടി നോക്കാം. ഫോഴ്സ് ഫീഡ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ലൂബ്രിക്കൻറ്റിനെ അതാത് പാർട്സുകളിൽ എത്തിക്കുന്ന രീതിയാണ് ഫോഴ്സ് ഫീഡ് സിസ്റ്റത്തിൽ ഉള്ളത്. എന്നാൽ സ്പ്ലാഷ് ഫീഡ് സിസ്റ്റത്തിൽ ലൂബ്രിക്കൻറ്റ് സ്പ്ലാഷിംഗ് ചെയ്തുകൊണ്ടാണ് അതാത് പാർട്സുകളിൽ എത്തിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാണ്. വാട്ട് ഈസ് ദി ഫോഴ്സ് റിക്വയർഡ് ടു മൂവ് എ ബോഡി ഓഫ് മാസ് 1000 kg if the coefficient of friction is 0.4? Assume 1 kg is equal to 10 Newton. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആദ്യം നോട്ട് ചെയ്യാം. മാസ് ഓഫ് എ ബോഡി തന്നിട്ടുണ്ട് 1000 kg എന്നും അതേപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.4 എന്നും തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് ഫോഴ്സാണ്. നമുക്കറിയാം ഫോഴ്സും നോർമൽ റിയാക്ഷനും
കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇക്വേഷൻ മ്യൂസ് ഈക്വൽ ടു എഫ് ബൈ ആർ. ആർ ഈക്വൽ ടു ഡബ്ല്യു എന്ന് എഴുതാവുന്നതുകൊണ്ട് ആറിനെ നമുക്ക് ഡബ്ല്യു ആയിട്ട് വെയ്റ്റ് ഓഫ് എ ബോഡി ആയിട്ട് കണക്കാക്കാം. ഈക്വൽ ടു 1000 കിലോഗ്രാം. അപ്പോൾ എഫ് കാണാണ്ട ഇക്വേഷൻ എഫ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ എന്നും എഴുതാം. മ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.4 എന്നും ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1000 കിലോഗ്രാം എന്നും. അപ്പോൾ 400 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം 1 കിലോഗ്രാം ഈക്വൽ ടു 10 ന്യൂട്ടൺ ആണ്. അങ്ങനെയെങ്കിൽ 400 കിലോഗ്രാം എന്നത് 400 ഇൻറ്റു 10 ഈക്വൽ ടു 4000 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് വിൽ ബി ദി വെയ്റ്റ് ഓഫ് എ ബോഡി വിച്ച് വിൽ ബി മൂവ്ഡ് ബൈ എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് 50 കിലോഗ്രാം എഗെയിൻസ്റ്റ് എ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓഫ് 0.25. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആദ്യം നോട്ട് ചെയ്ത് വയ്ക്കാം. ഫോഴ്സ് തന്നിട്ടുണ്ട് 50 കിലോഗ്രാം. ഫ്രിക്ഷണൽ റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.25 എന്ന്. നമുക്കറിയാം മ്യൂസ് ഈക്വൽ ടു എഫ് ബൈ ഡബ്ല്യു ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് വെയ്റ്റ് ഓഫ് എ ബോഡിയാണ്. വെയ്റ്റ് കാണേണ്ട ഇക്വേഷൻ വെയ്റ്റ് ഈക്വൽ ടു എഫ് ബൈ മ്യൂ. ഡയറക്റ്റായിട്ട് വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എഫ് തന്നിട്ടുണ്ട് 50 കിലോഗ്രാം, മ്യൂ കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.25. അപ്പോൾ വെയ്റ്റ് ഓഫ് എ ബോഡി നമുക്ക് 200 കിലോഗ്രാം എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, what will be the approximate angle of inclination of an object if the coefficient of friction mu is equal to 0.84? ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ കാണാനാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലെയിനിലാണ്. നമുക്കറിയാം മ്യൂസ് ഈക്വൽ ടു എഫ് ബൈ ആർ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിനാണെങ്കിൽ കൂടി മ്യൂ കാണേണ്ട മറ്റൊരു ഇക്വേഷനാണ് ടാൻ തീറ്റ. മ്യൂസ് ഈക്വൽ ടു ടാൻ തീറ്റ. മ്യൂസ് ഈക്വൽ ടു എഫ് ബൈ ഡബ്ല്യു ഈക്വൽ ടു ടാൻ തീറ്റ. ടാൻ തീറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ്റെ ടാൻ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനാണ്. മ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.84 എന്ന്. അങ്ങനെയെങ്കിൽ ടാൻ തീറ്റ കാണാൻ എന്ത് ചെയ്യാം? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 0.84 40 ഡിഗ്രി എന്ന് നമുക്ക് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, what is the work done to move a body of mass 60 kg to a distance of 5 meter if the coefficient of friction between body and the plane is 0.2? തന്ന ഡീറ്റെയിൽസ് ആദ്യം നോട്ട് ചെയ്ത് വയ്ക്കാം. മാസ് ഓഫ് എ ബോഡി തന്നിട്ടുണ്ട് 60 kg. മൂവിങ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 5 മീറ്റർ. കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.2. നമുക്കറിയാം മ്യൂസ് ഈക്വൽ ടു എഫ് ബൈ ആർ ആണ്. പക്ഷെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് വർക്ക് ഡൺ ആണ്. മൂവിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര വർക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം, വർക്ക് ഡൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം വർക്ക് കാണേണ്ട ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് തന്നിട്ടുണ്ട്, പക്ഷേ ഫോഴ്സ് തന്നിട്ടില്ല. ഫോഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ മ്യൂസ് ഈക്വൽ ടു എഫ് ബൈ ആർ. മ്യൂസ് ഈക്വൽ ടു എഫ് ബൈ ആർ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എഫ് കാണേണ്ട ഇക്വേഷൻ എന്തായിരിക്കും? മ്യൂ ഇൻറ്റു ആർ. മ്യൂ തന്നിട്ടുണ്ട്, കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് എത്രയും 0.2 എന്ന് തന്നിട്ടുണ്ട്. ആർ തന്നിട്ടുണ്ട്, ആർ ഈക്വൽ ടു ഡബ്ല്യു ആണ്, മാസ് ഓഫ് എ ബോഡിയാണ്. ആർ ഈക്വൽ ടു 60 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ് കാണേണ്ട ഇക്വേഷൻ മ്യൂ ഇൻറ്റു ആർ എന്ന ഇക്വേഷനിലേക്ക് ഈ വാല്യൂസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 കിലോഗ്രാം എന്നത് ഫോഴ്സ് അപ്ലൈഡ് കിട്ടും. ഫോഴ്സ് അപ്ലൈഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വർക്ക് ഡൺ എങ്ങനെ കാണാം? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽഡ്. 30 കിലോഗ്രാം ഫോഴ്സ് അപ്ലൈ ചെയ്തു, 5 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. വർക്ക് ഡണ്ടെ ഇക്വേഷൻ 30 ഇൻറ്റു 5 150 കിലോഗ്രാം മീറ്റർ എന്നത് കിട്ടും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് വിൽ ബി ദി കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഫോർ മൂവിങ് എ ബോഡി ഓഫ് മാസ്
80 kilogram by a force of 40 kilogram on a horizontal surface. കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് കാണേണ്ടത്. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആദ്യം നോട്ട് ചെയ്ത് വയ്ക്കാം. മാസ് ഓഫ് എ ബോഡി തന്നിട്ടുണ്ട് 80 കിലോഗ്രാം എന്ന്, ഫോഴ്സ് അപ്ലൈഡ് തന്നിട്ടുണ്ട് 40 കിലോഗ്രാം എന്ന്. നമുക്കറിയാം കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു F/R. മ്യൂ എങ്ങനെ കാണാം? ഡയറക്റ്റ് വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മ്യൂൻ്റെ വാല്യൂ കിട്ടും. F ഈക്വൽ ടു 40 കിലോഗ്രാം, R ഈക്വൽ ടു W, സോ 80 കിലോഗ്രാം. 40/80. മ്യൂവിൻ്റെ യൂണിറ്റ് ലെസ് ആണ്, രണ്ടിൻ്റെയും യൂണിറ്റ് കിലോഗ്രാമിലായതുകൊണ്ട് കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ യൂണിറ്റ് ലെസ് ആണ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്ര കിട്ടും? 0.5 എന്ന് കിട്ടും. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. Thank you.